ഹായ് ഡിയേഴ്സ്, നീറ്റ് 2023 കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മക്കളെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. വളരെ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയത് നിങ്ങൾ. Given below are two statements. One is labeled as assertion and other as reason. എന്താ അസേർഷൻ കൊടുത്ത്? A reaction can have zero activation energy. മക്കളെ, ഒരു റിയാക്ഷന് സീറോ ആക്ടിവേഷൻ എനർജി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനറലി അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം റിയാക്ടന്റിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് സം എമൗണ്ട് ഓഫ് എനർജി കിട്ടണം. അതിന്റെ പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പോഴാണ് റിയാക്ടന്റിന് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റുക. ആക്ടിവേഷൻ എനർജി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാല് മുഴുവൻ കൊളീഷനും പ്രൊഡക്റ്റിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതൊരു റിയൽ സിറ്റുവേഷനിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. So generally that statement നമ്മൾ കൺസിഡർ ചെയ്യണം ആസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി ക്യാൻ ഹാവ് സീറോ എന്ന് പറയുന്ന ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ കൊടുത്തത് ദ മിനിമം എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ റിയാക്റ്റന്റ് മോളിക്യൂൾ സോ ദാറ്റ് their energy becomes equal to threshold value is called activation energy. ശരിയാണ്. threshold value എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ എനർജിയാണ്. സോ റിയാക്ടന്റിന്റെ ആവറേജ് എനർജിയിൽ നിന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്റെ എനർജിയിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ട എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജിയെയാണ് നമ്മൾ വിളിക്കുക ആക്ടിവേഷൻ എനർജി. അപ്പൊ അത് ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷൻ ആണ്. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ അസേർഷൻ റോങ് ആണ്, ബട്ട് റീസൺ കറക്റ്റ് ആണ്. അസേർഷൻ ഇസ് ഫോൾസ്, ബട്ട് റീസൺ ഇസ് ട്രൂ. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ.